ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്നും നമ്മൾ നമ്മുടെ ക്രിസ്മസ് ഓർഡേഴ്സിൻ്റെ വിശേഷങ്ങളായിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഞാൻ മുമ്പൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, നമ്മൾ സ്കൂളുകളിലേക്ക് കൊടുത്ത ഓർഡേഴ്സിൻ്റെ ഒരു വീഡിയോ കേട്ടോ. ആ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, നമുക്ക് കൂടുതൽ ഓർഡേഴ്സ് ഉണ്ടാവുക സ്കൂളുകളിൽ നിന്നും സെലിബ്രേഷനുള്ള ദിവസമാണ് ഓർഡേഴ്സ് ഉണ്ടാവുക. പക്ഷേ ഇത്തവണ നമുക്ക് വേറെ കുറച്ച് ഓർഡേഴ്സും കൂടെ ഉണ്ടായിരുന്നു കേട്ടോ. ക്രിസ്മസിൻ്റെ ദിവസവും അതിൻ്റെ തലേദിവസവും അതിൻ്റെ മുൻപത്തെ ദിവസമായിട്ടാണ് നമ്മൾ കൂടുതൽ ഓർഡേഴ്സുകൾ കൊടുത്തിട്ടുണ്ടായിരുന്നത്. വളരെയധികം സന്തോഷത്തോടെ പറയട്ടെ, നമ്മൾ 69 kg കേക്കാണ് കേട്ടോ ക്രിസ്മസ് ഓർഡേഴ്സിന് കൊടുത്തിട്ടുള്ളത്. ഒരുപാട് സന്തോഷം. നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. 23rd നമുക്കൊരു 3-4 കേക്ക് ഓർഡർ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. ഇതൊരു ½ kg 2 കേക്കായിരുന്നു. അപ്പോൾ സിമ്പിളായിട്ടൊരു ഡിസൈനാണ് കൊടുത്തിട്ട് ബ്ലാക്ക് ഫോറസ്റ്റിലാണ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ പ്രത്യേകിച്ച് ആദ്യമൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, എഴുതണവരൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്തായാലും ക്രിസ്മസിൻ്റെ അല്ലെന്ന് വെച്ചാൽ ഞാൻ ഒരു ടോപ്പറൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. അത് കഴിഞ്ഞപ്പോഴാണ് അവർ പറഞ്ഞത് ഒന്നും എഴുതണ്ടെന്നുള്ളത്. പിന്നെ ഞാൻ ആ ടോപ്പറൊക്കെ എടുത്ത് മാറ്റിയിട്ട് അതിന് പകരമായിട്ട് കുറച്ച് ഷുഗർ ബോൾസും കൂടി ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ നമുക്ക് ഒരു ½ kg ബ്ലാക്ക് ഫോറസ്റ്റും 2 1 kg ബ്ലാക്ക് ഫോറസ്റ്റും കൂടെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. നമുക്ക് എല്ലാം ഒരേ ഡിസൈൻ തന്നെയാണ് കേട്ടോ വരുന്നത്. പെട്ടെന്ന് എന്താണോ തോന്നുന്നത് അതുപോലെ അങ്ങോട്ട് ചെയ്ത് വയ്ക്കും. അപ്പോൾ ആ കേക്കുകളൊക്കെ ഡെലിവറി കഴിഞ്ഞ് നമുക്ക് അടുത്ത ദിവസത്തേക്ക് കുറച്ച് ഹെവി ഓർഡേഴ്സ് ഉണ്ടായിരുന്നു കേട്ടോ. ഒരു 13 പ്ലം കേക്കും അതുപോലെ തന്നെ 4 kg ഒക്കെ കേക്കുകൾ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വർക്കൊക്കെ ഈ കേക്കുകൾ കൊടുക്കുന്നതിൻ്റെ ഇടയിലൂടെ ഒക്കെ ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. ഈ പ്ലം കേക്കുകളും അതുപോലെ തന്നെ ഒരു 6 kg കേക്ക്, ഒരു 4 kg പിന്നെ ഒരു 2 kg കേക്ക് മാത്രമായിരുന്നു കേട്ടോ നേരത്തെ ഓർഡർ ഉണ്ടായിരുന്നത്. പിന്നെ എല്ലാം തലേദിവസം ഒരു 6 മണിയൊക്കെ ആകുമ്പോൾ വന്ന ഓർഡേഴ്സ് ആയിരുന്നു. അപ്പോൾ ഇത് ഞാൻ വേഗം ഓർഡേഴ്സ് വരുന്നതിനനുസരിച്ച് വേഗം സ്പഞ്ചുകളൊക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്പഞ്ചുകളൊക്കെ കഴിയുമ്പോഴത്തേനും ഏകദേശം ഒരു 11 മണിയാവാനായിട്ടുണ്ടാവും. സ്പഞ്ചുകൾ വേഗം ചെയ്തായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ക്രം കോട്ടിങ്ങും കാര്യങ്ങളൊക്കെ വേഗം ചെയ്യാമല്ലോ. അതുകൊണ്ട് ഞാൻ എപ്പോഴും സ്പഞ്ചുകൾ നേരത്തെ തന്നെ ചെയ്ത് വെക്കും കേട്ടോ. ഇതേ കണ്ടില്ലേ, 10:51 ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. സ്പഞ്ചുകളൊക്കെ ആയപ്പോൾ 2 ബേക്ക് ചെയ്യാനും കൂടെ വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേപോലെ ബൾക്കായിട്ട് ഓർഡേഴ്സ് വരുന്ന സമയത്ത് വേഗം തന്നെ സ്പഞ്ചുകളൊക്കെ ചെയ്ത് വയ്ക്കുക. എന്നിട്ട് ഓരോന്നോരോന്നായിട്ട് എടുത്തിട്ട് കാംകോട്ട് ചെയ്ത് ഫിനിഷ് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ടയർഡായി തോന്നില്ല. ഇത് രണ്ടും ഒരുമിച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ആകെ ടയർഡാവും കേട്ടോ. അന്ന് നമുക്ക് ഫുള്ളായിട്ട് ഉറങ്ങാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വന്ന ഓർഡേഴ്സ് ആയതുകൊണ്ട് അതൊക്കെ ചെയ്ത് കഴിയുമ്പോൾ തന്നെ 11 മണിയായി. പിന്നെ എല്ലാം ക്രം കോട്ട് ചെയ്ത് ഫിനിഷിംഗ് കോട്ട് ചെയ്തിട്ടാണ് ഞാൻ കിടന്നത്. അപ്പോൾ അതിന് ഒത്തിരി ടൈം ആയിട്ടുണ്ടായിരുന്നു. ഇതൊരു 2 kg കേക്കായിരുന്നു കേട്ടോ. ഡിസൈൻസ് ഒന്നും പിന്നെ ആരും പ്രത്യേകിച്ച് പറയില്ല, നമ്മുടെ ഇഷ്ടത്തിന് തന്നെ ചെയ്യാനാണ് പറയാം. അതുകൊണ്ട് തന്നെ നമുക്ക് എളുപ്പമാണ്, പെട്ടെന്ന് എന്തെങ്കിലും നമുക്ക് മനസ്സിൽ വരുന്ന ഡിസൈൻസ് ചെയ്യാമല്ലോ. ഇതൊരു ഓഫീസിലേക്കുള്ള കേക്കായിരുന്നു കേട്ടോ. 2 kg കേക്കായിരുന്നു, വൈറ്റ് ഫോറസ്റ്റ് ഫ്ലേവറിലുള്ള കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതേ സിമ്പിളായിട്ടൊരു ഡിസൈൻ ചെയ്തിട്ട് ഫിനിഷ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഫ്രിഡ്ജിനകത്ത് വെച്ചത്. പിന്നെ നമ്മൾ റൈറ്റിംഗ് ഒക്കെ ആ ഒരു ടൈമിൽ എടുത്തിട്ടാണ് ചെയ്യൽ. അപ്പോൾ നമ്മുടെ ആ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത് ഇതാണ് കേട്ടോ. എഴുതിയിരിക്കുന്നത് പൈപ്പിംഗ് ജെല്ല് വെച്ചിട്ടാണ്. അടുത്തത് ഒരു 4 kg കേക്കായിരുന്നു കേട്ടോ. മാംഗോ ട്രഫിൾ ഫ്ലേവർ ആയിരുന്നു. ഇത് ക്രിസ്മസിൻ്റെ സെലിബ്രേഷനുള്ള കേക്കായിരുന്നു. പക്ഷേ അവരുടെ ഡ്രസ് കോഡ് വന്നിട്ട് ഈ ഒരു കളർ ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ ഈ ഒരു കളറിൽ ചെയ്യാനായിരുന്നു കേട്ടോ പറഞ്ഞിട്ടുണ്ടായിരുന്നു. റൈറ്റിംഗ് വൈറ്റിലായിരുന്നു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇത് കുറച്ച് ദൂരേക്ക് ഡെലിവറി ഉണ്ടായിരുന്ന ഒരു കേക്കായിരുന്നു. അടുത്ത് നമുക്കൊരു 5 kg കേക്കാണ്. 5 kg അല്ല, 1 kg 3 ബ്ലാക്ക് ഫോറസ്റ്റും അതുപോലെ 1 kg 2 വൈറ്റ് ഫോറസ്റ്റും ആയിരുന്നു ഓർഡർ ഉണ്ടായിരുന്നു. ഇത് ഞാൻ വർക്ക് ചെയ്ത ഓഫീസിലെ ഓണർ തന്നൊരു ഓർഡർ ആയിരുന്നു കേട്ടോ. ആദ്യം ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു കൊടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ പെട്ടെന്ന് വിളിച്ചിട്ട് നമുക്കൊരു 11 മണിയാകുമ്പോഴേക്കും തരാമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വേഗം സിമ്പിൾ ഡിസൈൻ ആയതുകൊണ്ട് തന്നെ പിന്നെ പെട്ടെന്ന് തന്നെ അത് തീർത്തിട്ട് കൊടുത്തുവിട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ കേക്കുകളൊക്കെ ഡെലിവറി കഴിഞ്ഞിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് വിളിച്ചിട്ട് പിന്നെ 2 കേക്കും കൂടെ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെട്ടെന്ന് തന്നെ ചെയ്ത് തരാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ അതും കൂടെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു. ഏകദേശം ഈ ഒരു ഡിസൈൻ തന്നെയാണ് കേട്ടോ കൊടുത്തിട്ടുണ്ടായിരുന്നത്. അടുത്ത് നമുക്കൊരു 13 പ്ലം കേക്കിൻ്റെ ഓർഡർ ഉണ്ടായിരുന്നു. ഇത് എൻ്റെ അനീതി വർക്ക് ചെയ്യുന്ന ഷോപ്പിൽ അവിടെ സ്റ്റാഫുകൾക്ക് കൊടുക്കാനുള്ള കേക്കായിരുന്നു കേട്ടോ. അപ്പോൾ ഈ എല്ലാ കേക്കുകളും ബേക്ക് ചെയ്ത് അതിൻ്റെ മുകളിൽ ഒരു സ്റ്റിക്കർ, മേരി ക്രിസ്മസിൻ്റെ ഒരു സ്റ്റിക്കർ ഒട്ടിച്ചിട്ട് എല്ലാം റെഡിയാക്കി കവറിലാക്കി വെച്ചു കേട്ടോ. ഇതെല്ലാം ഏകദേശം ഒരേ ടൈമിൽ കൊടുക്കേണ്ട കേക്കായിരുന്നു. അപ്പോൾ പ്ലം കേക്കും ഈ ഒരു 5 കേക്കുകളും ഒരുമിച്ച് തന്നെ ഡെലിവറി ചെയ്തു. അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള കേക്കുകൾ ഒരുമിച്ച് ഡെലിവറി ചെയ്തു കേട്ടോ. കുട്ടിയുടെ ഇവിടെ ഉണ്ടായിരുന്നില്ല കേട്ടോ, എൻ്റെ വീട്ടിലേക്ക് പോയിരിക്കായിരുന്നു. അതുകൊണ്ട് ഈ പണികളൊക്കെ നമ്മൾ തന്നെ ചെയ്യണം, അല്ലെങ്കിൽ പിന്നെ പിള്ളേർക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിള്ളേർ ചെയ്ത് വയ്ക്കും. ഇത് ബോക്സുകളൊക്കെ സെറ്റാക്കി പ്ലം കേക്ക് കവറിനകത്താക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഡെലിവറി എൻ്റെ ഹസ്ബൻഡ് ചെയ്തോളൂ കേട്ടോ. ഇതൊക്കെ ഡെലിവറി ചെയ്യുന്ന ടൈം കൊണ്ട് എനിക്ക് മറ്റുള്ള കേക്കുകളൊക്കെ സെറ്റാക്കി കഴിഞ്ഞാൽ ആ ഒരു ഡെലിവറി കഴിഞ്ഞ് വന്നാൽ നമുക്ക് അടുത്ത ഡെലിവറി ചെയ്യാം. അപ്പോൾ അങ്ങനെയാണ് ചെയ്യൽ. അപ്പോൾ ഇതാണ് കേട്ടോ ആ കേക്ക്. ഞാൻ പറഞ്ഞില്ല രണ്ടാമത് 2 കേക്ക് വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ആ കേക്കാണിത്. പിന്നെ ഒരു 1 kg വേറൊരു ബർത്ത്ഡേയുടെ ഓർഡർ ഉണ്ടായിരുന്നു കേട്ടോ. ഒരു ½ kg ഓർഡറും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഡെലിവറികളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമുക്ക് ക്രിസ്മസ് ഡേക്ക് അധികം ഓർഡേഴ്സൊന്നും ഉണ്ടായിരുന്നില്ല. 1 kg ഒരു 3 ഓർഡറും അതുപോലെ തന്നെ ½ kg 1-2 ഓർഡേഴ്സും പിന്നെ പ്ലം കേക്ക്
പ്ലം കേക്ക് അല്ല കാരഡൈറ്റ് കേക്ക് അങ്ങനെയുള്ള ഓർഡേഴ്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെയാണ് എൻ്റെ അടുത്തേമ്മ വിളിച്ചിട്ട് ആൾ വർക്ക് ചെയ്യുന്ന അവിടേക്ക് ഒരു 5 kgയുടെ റെഡ് വെൽവെറ്റ് കേക്കും പിന്നെ 2 kgയുടെ 2 റെഡ് വെൽവെറ്റ് കേക്കും വേണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ആ ദിവസത്തെ ഉറക്കും പിന്നെ എന്തായാലും കണക്കായിരിക്കും അല്ലേ. അവ അറിഞ്ഞ അപ്പം തന്നെ കുറച്ച് പ്രിൻറ്റുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ പെട്ടെന്ന് തന്നെ പ്രിൻറ്റുകളൊക്കെ എടുപ്പിച്ച് സെറ്റാക്കി എടുത്തു. അല്ലെങ്കിൽ പിന്നെ ലേറ്റ് ആയി കഴിഞ്ഞാൽ അത് കിട്ടില്ലല്ലോ. അതുപോലെ തന്നെ സ്പഞ്ചുകളെല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. റെഡ് വെൽവെറ്റിൻ്റെ ഒരു ബഹളം എന്ന് പറയാം, കാരണം കൂടുതൽ റെഡ് വെൽവെറ്റ് കേക്കുകളായിരുന്നു. അപ്പോൾ സ്പഞ്ചുകളെല്ലാം റെഡിയാക്കി പിന്നെ ഓരോന്നായിട്ട് എടുത്തിട്ട് ക്രം കോട്ട് ചെയ്ത് ഫ്രിഡ്ജിനകത്ത് കയറ്റിട്ടോ. പക്ഷേ ഉറക്കം എന്നെ ചെറുതായിട്ടൊന്ന് ചതിച്ചു കേട്ടോ. അലാറൊക്കെ വെച്ചിട്ടായിരുന്നു നമ്മൾ കിടന്നിട്ടുണ്ടായിരുന്നു. എല്ലാ കേക്കുകളും ക്രം കോട്ട് ചെയ്ത് വെച്ചിട്ട് ഞാനൊന്ന് കുറച്ച് നേരം 1 മണിക്കൂറൊന്ന് കിടക്കാമെന്ന് വിചാരിച്ച് തലേദിവസം ഉറങ്ങാത്തതുകൊണ്ട് 1 മണിക്കൂറൊന്ന് കിടക്കാമെന്ന് വിചാരിച്ചിട്ട് അലാറമൊക്കെ 3-4 വട്ടം അലാറമൊക്കെ സെറ്റ് ചെയ്തിട്ടാണ് കിടന്നത്. പക്ഷേ ഉറക്കത്തിൽ പെട്ടിട്ട് അറിഞ്ഞില്ല കേട്ടോ അലാറം അടിച്ചത്. എഴുന്നേൽക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. പിന്നെ പെട്ടെന്ന് തന്നെ ഓരോന്നോരോന്നായിട്ട് വേഗം ഫിനിഷിംഗ് കോട്ട് ചെയ്തെടുത്തു കേട്ടോ. ഇതൊക്കെ രാവിലെ നേരത്തെ കൊടുക്കേണ്ട കേക്കുകളായിരുന്നു കേട്ടോ, 9 മണിയൊക്കെ ആകുമ്പോൾ. അപ്പോൾ പെട്ടെന്ന് തന്നെ എടുത്തിട്ട് ഓരോന്നായിട്ട് ഫിനിഷിംഗ് കോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് ഇന്ന് 5 കേക്കിൻ്റെ വേറെ ഓർഡേഴ്സ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, കാരണം ഓരോന്ന് ബേക്ക് ചെയ്ത് ഫിനിഷിംഗ് കോട്ട് ചെയ്ത് വെക്കുമ്പോൾ അടുത്തത് ചെയ്യേണ്ട അവസ്ഥയായിരുന്നു കേട്ടോ. അതുകൊണ്ട് ഭയങ്കര റിസ്ക് ആയിരുന്നു. പിന്നെ ഒരു കാരഡൈറ്റ് കേക്കും കൂടെ ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ ആ കേക്കും ഈ കേക്കും കൂടെ ഒരുമിച്ചായിരുന്നു ഡെലിവറി ഉണ്ടായിരുന്നത്. 1 kg റെഡ് വെൽവെറ്റ് ആണ്. അപ്പോൾ സൈഡിൽ ക്രംസൊക്കെ കൊടുത്തിട്ട് മുകളിൽ ഗ്രീൻ കളറിൽ ഫിനിഷ് ചെയ്തെടുക്കുകയാണ് കേട്ടോ ചെയ്തത്. ഒരു മേരി ക്രിസ്മസ് എന്നുള്ള ടോപ്പറും കൂടെ വെച്ച് കൊടുത്തു. ഇത് വന്നിട്ട് 5 kgയുടെ കേക്ക് ഞാൻ പറഞ്ഞില്ല, 5 kgയുടെയും 2 കിലോൻ്റെ 2 കേക്കുകളുമായിരുന്നു. അപ്പോൾ ഇതിൽ പ്രിൻറ്റുകൾ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. നോൺ എഡിബിൾ പ്രിൻ്റ് തന്നെയാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാത്തിൻ്റെയും സൈഡിൽ ക്രംസ് കൊടുത്തു. എന്നിട്ട് ഇതേപോലൊരു ബോർഡറാണ് കേട്ടോ ചെയ്ത് കൊടുത്തത്. അപ്പോൾ എഴുത്തിമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറച്ച് ക്രിസ്മസ് അപ്പൂപ്പനെയും ട്രീസൊക്കെ വെച്ചോളാൻ കേട്ടോ. അപ്പോൾ അത് ഞാൻ എല്ലാ കേക്കുകളിലും ബോർഡറൊക്കെ കൊടുത്തു. എന്നിട്ട് ഇത് ഓരോ പ്രിൻറ്റുകളായിട്ട് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഇത് നോൺ എഡിബിൾ പ്രിൻ്റാണ്. അതേപോലെ സെൻറ്ററിൽ വെച്ച് കൊടുത്തു. അതുപോലെ അടുത്തതും സെൻറ്ററിലായിട്ട് വെച്ച് കൊടുത്തു കേട്ടോ. ഓരോന്നിനും ഓരോ സൈസായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ നമ്മൾ ഓരോന്നിലും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ കുറച്ച് ക്രിസ്മസ് പപ്പയുടെയും അതുപോലെ തന്നെ കുറച്ച് ക്രിസ്മസ് ട്രീയുടെയൊക്കെ പിക്ചർ നോൺ എഡിബിൾ പ്രിൻ്റ് തന്നെ വെച്ച് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഇതേ പ്രിൻ്റൊക്കെ വെച്ച് കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് സ്റ്റിക്കേഴ്സ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഇതേ നമ്മൾ ക്രിസ്മസ് പപ്പയുടെയും ക്രിസ്മസ് പപ്പയുടെ വണ്ടിയും അതുപോലെ ക്രിസ്മസ് ട്രീ എല്ലാം വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. എല്ലാ കേക്കുകളിലും വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് ഷുഗർ ബോൾസും കുറച്ച് സ്റ്റാർസും അതുപോലെ കുറച്ച് ഫോക്സ് ബോൾസൊക്കെ ഇട്ടിട്ട് ഒന്ന് ഡെക്കറേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇതിനകത്ത് മേരി ക്രിസ്മസ് എന്നും കൂടെ എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഞാൻ ലാസ്റ്റാണ് എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതേ നമ്മൾ 3 കേക്കും ഫിനിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇതൊരു 11 മണിയൊക്കെ ആകുമ്പോൾ ഡെലിവറി ചെയ്യാനായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വരുന്നത്. ഇത് എൻ്റെ വീടിൻ്റെ അടുത്തേക്കുള്ളതായിരുന്നു കേട്ടോ. അപ്പോൾ എൻ്റെ അനിയത്തിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ ഞാനൊരു കുഞ്ഞു കേക്ക് അവൾക്ക് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാണ് അവളുടെ കേക്ക്. പിന്നെ ഈവനിങ്ങിലേക്കും കുറച്ച് കേക്കുകൾ കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. 1 kgയുടെ ഒരു ബ്ലാക്ക് ഫോറസ്റ്റും 1/2 kgയുടെ 2 ബ്ലാക്ക് ഫോറസ്റ്റ്, അതുപോലെ തന്നെ 1/2 kgയുടെ ഒരു വൈറ്റ് ഫോറസ്റ്റും പിന്നെ കുറച്ച് ഡയറ്റ്സ് കേക്കുകളും കാരറ്റ് ഡയറ്റ് കേക്കുകളും കൊടുക്കാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത്രയൊക്കെയാണ് കേട്ടോ നമ്മുടെ ക്രിസ്മസ് കേക്കുകൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ സപ്പോർട്ട് ചെയ്യുക. നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം.